മദർ തെരേസ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, സഹനം അതിൽ തന്നെ ശ്രേഷ്ഠമല്ല. ക്രിസ്തു സഹനത്തോട് ചേരുമ്പോൾ അത് ശ്രേഷ്ഠമാകും, മനോഹരമാകും, സ്വർഗത്തിൻ്റെ സുന്ദരമായ സമ്മാനമാകും. മുമ്പുകാലത്ത് നാം കടന്നു പോകേണ്ടത് സഹനത്തോട് ഈ ശ്രേഷ്ഠതയുള്ള ഭാവങ്ങളിലേക്ക് ഒന്ന് രൂപാന്തരപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ആവട്ടെ. സ്വാഭാവികമായിട്ട് മുറിവേൽപ്പിച്ചു മാത്രം കടന്നു പോകുന്ന സഹനാനുഭവങ്ങളെ ക്രിസ്തു സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിക്കാനും ആനുപാതികമായിട്ട് ജീവിക്കാനും തീരുമാനിക്കുമ്പോൾ ഈ സഹനാനുഭവങ്ങളൊക്കെ സൗഖ്യങ്ങളായി, മുറിവുണക്കുന്ന സ്വർഗത്തിൻ്റെ അത്ഭുത പ്രതിഭാസങ്ങളായി രൂപാന്തരപ്പെടും. ഓരോ വ്യക്തിയുടെ ജീവിതവും മുറിവേൽക്കാതിരിക്കാൻ വ്യഗ്രത കാണിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന കാലഘട്ടത്തിൽ ക്രിസ്തു കൃത്യതയോട് കൂടിയിട്ട് പറയാണ്, മുറിവേൽക്കാതിരിക്കുകയല്ല, മുറിപ്പെടുത്താതിരിക്കുക. വൂണ്ടഡ് ഹീലർ എന്നൊക്കെ ക്രിസ്തുവിനെ വിളിക്കണില്ലേ? അതിനപ്പുറം ക്രിസ്തുവിനെ അറിയാനുള്ള മാർഗമായിട്ട് ഗുരു പറഞ്ഞു കൊടുത്തത് മുറിവേറ്റിട്ടും മുറിവേറ്റവർക്കിടയിൽ സൗഖ്യം കൊടുത്തുകൊണ്ട് മുറിവുകൾ വെച്ച് കെട്ടിക്കൊണ്ട് കഴിയുന്നവൻ്റെ പേരാണ് ക്രിസ്തു. നമ്മുടെ ജീവിതം ഇത് തന്നെയാണ്. ദൈവം ആഗ്രഹിക്കുന്നതും സ്വർഗം സ്വപ്നം കണ്ടതും മറ്റൊന്നല്ല, മുറിവേറ്റിട്ടും മുറിവുണക്കുന്ന സൗഖ്യത്തിൻ്റെ കൃപയിലേക്ക് ഈ നോമ്പിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈശോയെ, മുറിവേൽപ്പിക്കലല്ല, മുറിവുണക്കലാണ് നോമ്പെന്ന്, ആ കൃപയിൽ വളരലാണ് ഞങ്ങളുടെ വെളിയെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി അഭിഷേകം കൊണ്ട് നിറച്ചാലും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.